നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സിനകത്ത് 2025 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന് ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. കണ്ടാൽ ഈസി ആണെന്ന് തോന്നും, ജസ്റ്റ് ഒന്ന് ചിന്തിക്കുന്നവർക്ക് ആൻസർ കിട്ടും, പക്ഷേ ചിലർക്ക് ഇത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യനും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതിനു ശേഷം നേരെ നമ്മൾ +1 പോകുന്നത്. നമുക്കറിയാം 9ാം ക്ലാസ്സിലും ഗ്രാവിറ്റേഷൻ പഠിക്കാനുണ്ട്, +1 ഗ്രാവിറ്റേഷൻ പഠിക്കാനുണ്ട്. ഇപ്പോഴത്തെ പല ചോദ്യങ്ങളും +1 ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ചോദിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് +1 ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങളുടെ ആൻസർ ആയിട്ടുണ്ടെങ്കിൽ അതും കൂടെ നോക്കാം, വേണ്ടത് മാത്രം. സ്റ്റാർട്ട് ചെയ്യുകയാണെ. ചോദ്യം ഇതായിരുന്നു, വിച്ച് റിക്വയേഴ്സ് മോർ ഫ്യൂവൽ? ഏതിനാണ് ഒരുപാട് ഫ്യൂവൽ ആവശ്യമുള്ളത്? ഒന്ന്, എ വോയേജ് ഫ്രം ദ എർത്ത് ടു ദ മൂൺ ഓർ എ വോയേജ് ഫ്രം ദ മൂൺ ടു എർത്ത്. നമ്മള് എർത്തിൽ നിന്നും മൂണിലേക്ക് പോകുമ്പോഴാണോ, മൂണിൽ നിന്നും തിരിച്ച് എർത്തിലേക്ക് വരുമ്പോഴാണോ നമുക്ക് വെഹിക്കിളിന് കൂടുതൽ ഫ്യൂവൽ ആവശ്യമായിട്ട് വരുന്നത്? അപ്പൊ നമ്മൾ പറയുന്നത് എന്താ? നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട് അല്ലെ, തിരുവനന്തപുരം ടു എറണാകുളത്തിന്റെ ദൂരം എത്രയാണ്, എറണാകുളം ടു തിരുവനന്തപുരത്തിന്റെ ദൂരം എത്രയാണെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ചിരിക്കും, രണ്ടും ഒന്നല്ലേ എന്ന് പറയും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ദൂരം ഒന്നാണെങ്കിൽ പെട്രോൾ ഒന്നല്ലേ എന്ന് നമ്മൾ ചോദിക്കും. പക്ഷെ ഇവിടുത്തെ വ്യത്യാസം എന്താ? എർത്തിൽ നിന്ന് മൂണിലോട്ടും മൂണിൽ നിന്ന് എർത്തിലോട്ടും തന്നെയാണ് വരുന്നത്, പക്ഷേ ഫ്യൂവലിന് വ്യത്യാസം വരും. ചിലതിന് കൂടുതൽ ഫ്യൂവൽ വേണ്ടി വരും, ചിലതിന് കുറഞ്ഞത് മതി. അതായത് എർത്തിൽ നിന്ന് മൂണിലോട്ട് പോകുമ്പോൾ ഒരു ഫ്യൂവലും മൂണിൽ നിന്നും തിരിച്ച് എർത്തിലോട്ട് വരുമ്പോഴും വേറൊരു ഫ്യൂവലും ആണ്. കാരണം നമുക്ക് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു പലായന പ്രവേഗം എന്ന് പറയുന്നത് നമുക്കുണ്ട്. അത് കാരണമാണ് ഈ പറയുന്ന വ്യത്യാസം വരുന്നത്. അപ്പൊ എവിടെയാണ് ഏറ്റവും കൂടുതൽ ഫ്യൂവൽ വേണ്ടി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എർത്തിൽ നിന്നും നമുക്ക് ചന്ദ്രനിലേക്ക് പോകാൻ, ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് പോകാൻ നമുക്ക് കുറച്ചേറെ ഇന്ധനം വേണ്ടി വരും. എന്നാൽ തിരിച്ച് ചന്ദ്രനിൽ നിന്നും ഭൂമിയിലേക്ക് വരാൻ നമുക്ക് ഇന്ധനം കുറച്ച് മതി. കാരണം നോക്കാം അല്ലെ. അപ്പൊ ഇനി ചോദിച്ചാൽ ആൻസർ എന്ത് എഴുതണം? ഏറ്റവും കൂടുതൽ പാടുള്ള പ്രക്രിയ ഏതാണ്? എവിടുന്ന് എങ്ങോട്ട് പോകാനാ? ഭൂമിയിൽ നിന്നും നമുക്ക് ചന്ദ്രനിലേക്ക് പോകാനാണ്. ചന്ദ്രനിൽ നിന്നും ഭൂമിയിലേക്ക് വരാൻ വലിയ പാടൊന്നും ഇല്ല എന്ന് അർത്ഥം. അതാണ് ഇന്ധനം കുറവ് മതി എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്, വോയേജ് ഫ്രം എർത്ത് ടു ദ മൂൺ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ, ഓരോന്നായിട്ട് നോക്കാം. ശ്രദ്ധിച്ചോളൂ. A spacecraft requires much more fuel to travel from the earth to the moon because first one നമ്മൾ പഠിച്ചിട്ടുണ്ട്, എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ പുൾ എന്ന് പറയുന്നത് മൂണിനേക്കാളും 6 ടൈംസ് കൂടുതലാണ് അല്ലെ. 6 ടൈംസ് സ്ട്രോങ്ങർ അറ്റ് ദ സർഫസ് ആണ്. അതായത് 1/6 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പം എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് മൂണിനെ അപേക്ഷിച്ച് നമ്മൾ നിൽക്കുന്ന സമയത്ത് മുകളിലോട്ട് പോകുമ്പോൾ എർത്ത് നമ്മളെ പിടിച്ച് വലിക്കുന്നത് മൂണിന്റെ സർഫസിനേക്കാളും ഒരു 6 ടൈംസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു എർത്തിൽ നിന്നും ഒരു സ്പേസ് ക്രാഫ്റ്റ് വാഹനം മുകളിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? എർത്ത് പിടിച്ച് താഴോട്ട് വലിക്കും ആണല്ലോ. ടു ലീവ് എർത്ത് ദ സ്പേസ് ക്രാഫ്റ്റ് മസ്റ്റ് റീച്ച് ദ എർത്ത് എസ്കേപ്പ് വെലോസിറ്റി 11.2 km/s. എല്ലാ പ്രാവശ്യവും 10th ലെവലിനും VFA ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എസ്കേപ്പ് വെലോസിറ്റി എത്രയാണ് ഭൂമിയുടെ? 11.2 km/s ആണ് എസ്കേപ്പ് വെലോസിറ്റി, അഥവാ മലയാളം എന്താണ്? പലായന പ്രവേഗം എന്ന് വിളിക്കും. എന്താണ് പലായന പ്രവേഗം? എത്രയാണ് ഭൂമിയുടേത്? ഏകദേശം 11.2 കിലോമീറ്റർ. ഇനി ചന്ദ്രന്റെ എത്രയാണ് എസ്കേപ്പ് വെലോസിറ്റി? 2.38 km/s ഉള്ളൂ. അതായത് ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റിയെ വെച്ച് നോക്കുമ്പോൾ ചന്ദ്രന്റെ എസ്കേപ്പ് വെലോസിറ്റി തീരെ കുറവാണ്, 2.38 km/s ഉള്ളൂ. നമ്മുടേത് 11.2 km/s ആണ് അല്ലെ. അതായത് നമുക്ക് എർത്തിന്റെ സർഫസിൽ നിന്ന് പോകണമെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി കട്ട് ചെയ്തിട്ട് വേണം പോകാൻ. ആ കട്ട് ചെയ്യണമെങ്കിൽ അതുകൊണ്ട് തന്നെ ഫ്യൂവൽ ഒരുപാട് വേണം. അതേസമയം ലിവിങ് ഫ്രം ദ മൂൺ ടു ദ എർത്ത് എന്ത് പറ്റും? മൂണിന്റെ എസ്കേപ്പ് വെലോസിറ്റി തീരെ കുറവാ. സോ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടണമെങ്കിൽ എന്ത് വേണ്ട? അധികം ഫ്യൂവൽ ഒന്നും വേണ്ട, ഇത്രേ ഉള്ളൂ. സോ റിട്ടേണിംഗ് ഫ്രം ദ മൂൺ ടു ദ എർത്ത് റിക്വയർസ് ലെസ് ഫ്യൂവൽ as ഗ്രാവിറ്റി ഹെൽപ്പ് പുൾ ദ സ്പേസ് ക്രാഫ്റ്റ് ബാക്ക്. പോകുമ്പോൾ നമ്മളെ താഴോട്ട് പിടിച്ച് വലിക്കുന്ന ആള് തിരിച്ചു വരുമ്പോൾ നമ്മളെ താഴോട്ട് വലിക്കും അല്ലെ. അതായത് നമ്മൾ മുകളോട്ട് പോകുമ്പോൾ നമ്മളെ താഴോട്ട് പിടിച്ചു വലിക്കും. മൂണിൽ നിന്ന് നമ്മൾ ഭൂമിയിലേക്ക് വരുമ്പോൾ അതേ ഗ്രാവിറ്റേഷൻ എന്ത് ചെയ്യും? നമ്മളെ അട്രാക്ട് ചെയ്ത് താഴോട്ട് കൊണ്ടുവരും. അപ്പം ഭൂമിയിലേക്കുള്ള അട്രാക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ എസ്കേപ്പ് വെലോസിറ്റി മൂണിൻ്റെത് കുറവാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആർട്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കായിരിക്കും ചെറിയ രീതിയിൽ. അപ്പം നിങ്ങൾക്ക് ഒന്നും ഓർമ്മ വന്നില്ലെങ്കിൽ ഇത്രയും ഓർത്തിരുന്നാൽ മാത്രം മതി. ഭൂമിയുടെ അട്രാക്ഷൻ പവർ കൂടുതലാണ്, നമ്മളെ വലിക്കുന്ന കൂടുതലായതുകൊണ്ട് നമുക്ക് ഇവിടെ വിട്ട് വേറൊരിടത്തേക്ക് പോകണമെങ്കിൽ കുറച്ച് പാടാണ്. അപ്പൊ കൂടുതൽ ഇന്ധനം വേണ്ടി വരും. അതുപോലെ 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റി എത്രയാണ്? 11.2 km/s. രണ്ടാമത്തെ ചോദ്യം, ചന്ദ്രന്റെ എസ്കേപ്പ് വെലോസിറ്റി പലായന പ്രവേഗം എത്രയാണ്? 2.38 km/h ആണ്. സോറി, അവർ അല്ല, സെക്കൻഡ് ആണ്.
അത്രയും കാര്യത്തിൽ സംശയമൊന്നും ഇല്ലല്ലോ. ഇനി നോക്കുക, എർത്തിന്റെ എസ്കേപ്പ് വെലോസിറ്റി ചോദിച്ചിട്ടുണ്ട്, മൂണിന്റെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ മൂണിന്റെ ഗ്രാവിറ്റി എല്ലാ പ്രാവശ്യവും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. മൂണിന്റെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് എർത്തിന്റെ ഗ്രാവിറ്റിയുടെ 1/6 മാത്രമാണ്. എന്താണ്? അബൌട്ട് 1/6 ഓഫ് ദി എർത്തിന്റെ ഗ്രാവിറ്റി മാത്രമാണ് ചന്ദ്രന്റെ ഭൂഗുരുത്വം എന്ന് പറയുന്നത്. ഇനി എസ്കേപ്പ് വെലോസിറ്റി എന്താണ് നമുക്ക് നോക്കാം. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം വെലോസിറ്റി റിക്വയർഡ് ഫോർ എൻ ഒബ്ജക്ട് ടു എസ്കേപ്പ് ദ ഗ്രാവിറ്റേഷണൽ പുൾ. ഇപ്പം ഒരാള് ഇപ്പം ഇവിടെ ഭൂമി ഇങ്ങനെ നിൽക്കുന്നു, ഞാൻ ഇവിടെ നിൽക്കുകയാണെന്ന് വെച്ചോ. ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ ചന്ദ്രനാണ്, എനിക്ക് ചന്ദ്രനിലോട്ട് പോണമെങ്കിൽ ഭൂമി എന്നെ അതിന്റെ സെന്ററിലോട്ട് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ആ സെന്ററിലെ അട്രാക്ഷൻ വെട്ടിച്ചുകൊണ്ട് എനിക്ക് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാനൊരു വെലോസിറ്റി, ഞാനൊരു സ്പീഡ് കൊടുക്കണം അല്ലെ. ഞാനൊന്ന് ശക്തിയായിട്ട് മുകളിലേക്ക് മൂവ് ചെയ്യണം. അതിനുവേണ്ടി ഒരു മിനിമം വെലോസിറ്റി ഉണ്ട്. ആ ഗ്രാവിറ്റേഷണൽ പുള്ള് കട്ട് ചെയ്തിട്ട് ആ പ്ലാനറ്റിൽ നിന്നും അല്ലെ ഒരു സെലസ്റ്റിയൽ ബോഡിയിൽ നിന്നും ഒരു പ്രൊപ്പൽഷനും കൂടാതെ എനിക്ക് അപ്പുറത്തോട്ട് ചാടി പോകണമെങ്കിൽ വേണ്ട മിനിമം വെലോസിറ്റിയാണ് എസ്കേപ്പ് വെലോസിറ്റി. അപ്പം ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു 11.2 ആണ്. അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ ചെയ്താൽ മാത്രമേ, മുകളിലോട്ട് ചാടിയാൽ മാത്രമേ അപ്പുറത്ത് പോകാൻ പറ്റൂ. ഈ ചാടുക എന്നൊക്കെ പറയുന്നത് ഞാൻ എന്റെ രീതിയിൽ മനസ്സിലാവാൻ വേണ്ടി പറയുന്നത് കേട്ടോ. ചാടിയൊന്നും പോകാനൊന്നും പറ്റില്ല, എല്ലാവർക്കും അറിയാം. അപ്പൊ ഫോർമുല നോക്കുക. എസ്കേപ്പ് വെലോസിറ്റിയുടെ ഫോർമുല തെറ്റിക്കരുത്. VE = √2gm / r എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? √GR എന്ന് വേണമെങ്കിൽ വിളിക്കാം. എന്ത് വിളിക്കാം? √GR എന്ന്. കാരണം ഈ ഒരു GM എന്നുള്ളതിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്മോൾ ലെറ്റർ G എന്ന് വേണമെങ്കിലും വിളിക്കാം. ഓക്കെ. അപ്പം G എന്ന് പറഞ്ഞ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. സ്മോൾ G 9.8 എന്നൊക്കെ നമ്മൾ പഠിക്കില്ലേ, അതാണ്. ഇവിടെ എസ്കേപ്പ് വെലോസിറ്റി ആണ് VE. G യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ഭൂഗുരുത്വ എന്താണ് കോൺസ്റ്റന്റ് എന്ന് നമ്മൾ പറയില്ലേ, എന്താ മലയാളം പറയുന്നതിന്റെ? സ്ഥിരാങ്കം എന്ന് പറയും. M എന്ന് പറയുന്നത് പ്ലാനറ്റിന്റെ മാസ് ആണ്. R എന്ന് പറയുന്നത് നമ്മുടെ പ്ലാനറ്റിന്റെ റേഡിയസ് ആണ് അല്ലെ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് G എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്ലാനറ്റ് ഭൂമിയാണ്, ഇതിന്റെ മാസ് ആണ് M. ഇതിന്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ സെന്റർ തൊട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. സോ എസ്കേപ്പ് വെലോസിറ്റി കാണുന്ന ഇക്വേഷൻ എന്താണ്? ഇതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് കണക്ക് ചോദിക്കാറുണ്ട് ചില സമയത്ത്, അതുകൊണ്ട് ഈ ഇക്വേഷൻ കാണാൻ പഠിച്ചു വെക്കുക. ഒന്നെങ്കിൽ ഇതൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ √2gm / r. G എന്താണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ് അല്ലെ. M എന്ന് പറയുന്നത് പ്ലാനറ്റിന്റെ, നമ്മുടെ എർത്ത് ആണെങ്കിൽ എർത്തിന്റെ മാസ് ആണ്. R എന്ന് പറയുന്നത് എർത്തിന്റെ റേഡിയസ് ആണ്. ഇനി ഇതൊന്നും അല്ല, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വെച്ച് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. 2gr, √2gr എടുക്കുക. ഓക്കെ. ഇവിടെ ഓർക്കുക, സണ്ണിന്റെ ചോദിക്കുവാണെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി 617 km/s ആണ് കേട്ടോ. 617 km/s ആണ്. ഇനി നമുക്ക് അറിയേണ്ട മറ്റു കുറച്ച് കാര്യങ്ങളാണ്. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റി മാസ് ഓഫ് ദി ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ആദ്യം ഞാനിപ്പോ പറഞ്ഞില്ലേ ചാടി പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് വണ്ണമില്ലാത്ത ഒരാളാവുമ്പോൾ ചാടിപ്പൊക്കോളും പെട്ടെന്ന്. അങ്ങനെയൊന്നും ഇല്ല. എസ്കേപ്പ് വെലോസിറ്റി മാസ് ഓഫ് ദി ഒബ്ജക്റ്റിനെ ബാധിക്കുന്നതേ ഇല്ല. ഇമ്പോർട്ടന്റ് ആണ്. ഇത് ബാധിക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാസ് ആൻഡ് റേഡിയസ് ഓഫ് ദ പ്ലാനറ്റിനെ മാത്രമാണ്. ഏത് പ്ലാനറ്റ് ആണോ, ഏത് ഗ്രഹമാണോ, അവിടുത്തെ ആ ഗ്രഹത്തിന്റെ ഭാരത്തിനെയും ഗ്രഹത്തിന്റെ റേഡിയസിനെയും വെച്ചിട്ടായിരിക്കും എസ്കേപ്പ് വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ ഇറ്റ് ഈസ് മാക്സിമം ഓൺ ദ സൺ. സണ്ണിന്റെ എത്രയാണ് എസ്കേപ്പ് വെലോസിറ്റി? 617 ആണ്. മിനിമം ആർക്കാണ്? മൂണിനാണ്. ഓക്കെ. മൂണിന്റെ നമ്മൾ പറഞ്ഞു 2.38 ആണ്. ഓർമ്മയുണ്ടല്ലോ, ഇനി ഇത് തെറ്റിക്കരുത്. ഓക്കെ. അതുപോലെ എ റോക്കറ്റ് ലോഞ്ച്ഡ് വിത്ത് എസ്കേപ്പ് വെലോസിറ്റി ക്യാൻ ലീവ് ദ പ്ലാനറ്റ്സ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് വിത്തൗട്ട് അഡീഷണൽ പ്രൊപ്പൽഷൻ, എയർ റെസിസ്റ്റൻസ് ഇല്ലെങ്കിൽ. അതുപോലെ രണ്ട് ചോദ്യങ്ങളൂടെ വരാം ഇവിടെ. എസ്കേപ്പ് വെലോസിറ്റിയും ഓർബിറ്റൽ വെലോസിറ്റി എന്താണ്? എസ്കേപ്പ് വെലോസിറ്റി നമ്മൾ പറഞ്ഞു പ്ലാനറ്റിന്റെ ഗ്രാവിറ്റിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെട്ടു പോകണമെങ്കിൽ, അങ്ങനെ രക്ഷപ്പെടാന്നല്ല, പ്ലാനറ്റിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ളിൽ നിന്ന് നമുക്ക് പുറത്തു പോകണമെങ്കിൽ എടുക്കേണ്ട വെലോസിറ്റിയാണ് എസ്കേപ്പ് വെലോസിറ്റി. ഇറ്റ്സ് എ മിനിമം വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്ലാനറ്റിനെ ചുറ്റുന്ന വെലോസിറ്റിയാണ് ഓർബിറ്റൽ വെലോസിറ്റി. ഭൂമിയുടെ ഓർബിറ്റൽ വെലോസിറ്റി 7.9 km/s ആണ്. ഓക്കെ. എസ്കേപ്പ് വെലോസിറ്റി 11.2 ആണ്. ഗ്രേറ്റർ ദാൻ ഓർബിറ്റൽ വെലോസിറ്റി, ലെസ് ദാൻ എസ്കേപ്പ് വെലോസിറ്റി. ഓക്കെ, അത്ര ഓർത്ത് വെച്ചേക്കാം. അപ്പൊ ഇതൊന്നും തെറ്റിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒന്ന് രണ്ട് ചോദ്യം കൂടെ പറയുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് +1 പോകാമേ. +1 നമുക്ക് എല്ലാം ഒന്നും പഠിക്കേണ്ട. ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണെന്ന് നിങ്ങൾ എല്ലാം പഠിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്റ്റിനെയും ഭൂമി അതിന്റെ സെന്ററിലോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്, ആണല്ലോ.
അപ്പൊ എവരി ബോഡി ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട് എവരി അതർ ബോഡി വിത്ത് എ ഫോഴ്സ് വിച്ച് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദെയർ മാസസ്. ഈ അട്രാക്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് ബോഡികൾ തമ്മിൽ അട്രാക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? ആ ബോഡിയുടെ മാസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നതിനകത്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, സ്ക്വയർ ഓഫ് ദി, അങ്ങനെയാണ് അല്ലെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. ഡിസ്റ്റൻസ് കൂടിയാൽ അട്രാക്ഷൻ കുറയും, ഡിസ്റ്റൻസ് കുറഞ്ഞാൽ അട്രാക്ഷൻ കൂടും. മാസ് കൂടിയാൽ അട്രാക്ഷൻ എന്ത് ചെയ്യും? കൂടും. ഓക്കെ, സോ നമ്മൾ എഴുതുന്ന സമയത്ത് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എങ്ങനെ എഴുതുന്നത്? m1 m2 ഡിവൈഡഡ് ബൈ d സ്ക്വയർ എന്നാണ് എഴുതുന്നത്. അത് ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഈക്വൽ ആക്കണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്. സോ ഈ ഒരു ജി എ ആണ് നമ്മൾ ഇപ്പൊ വിളിച്ച എസ്കേപ്പ് വെലോസിറ്റിയിലൊക്കെ നമ്മൾ വിളിച്ച സ്ഥിരാങ്കം എന്ന് പറയുന്നത്. ജി ഇസ് ദ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഇനി വെക്ടർ ഫോമിൽ എഴുതുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വെക്ടറും സ്കേലാറും ഒക്കെ നമ്മൾ പഠിക്കും. ഡയറക്ഷൻ വെച്ച് പറയുന്ന സമയത്ത് വ്യത്യാസമൊന്നുമില്ല. അത് ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല, കാരണം ചില ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ അല്ലെങ്കിൽ ബേസ് തൊട്ട് പറയേണ്ടി വരും. ഇനി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് വാല്യൂ 9ാം ക്ലാസ്സിൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ജിയുടെ വാല്യൂ ഇപ്പം ഇൻ കേസ് നമുക്ക് ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് ഈ ജിയുടെ വാല്യൂ ഒന്നും ഇല്ല, ചിലപ്പം ബ്രാക്കറ്റിൽ തരും, ചിലപ്പോൾ ജിയുടെ വാല്യൂ ഇല്ലെങ്കിൽ ഒന്ന് കാണാൻ പഠിച്ചു വെച്ചേക്കാം. 6.67 into 10⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ചോദിക്കാറുണ്ട്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ജിയുടെ വാല്യൂ മാത്രം പഠിച്ചു വെക്കാൻ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആവറേജ് വാല്യൂ ഓഫ് ജി ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത് എന്താണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. തെറ്റിക്കരുത്. അതുപോലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ഒരു ബോഡിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അതുകൂടെ ഓർത്ത് വെച്ചേക്കുക. ഭാരത്തിനനുസരിച്ച് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇപ്പൊ ഭാരം കുറഞ്ഞ ആൾക്കാർക്ക് പെട്ടെന്ന് വലിച്ചു താഴോട്ട് ഇടാം, ഭാരം കൂടിയതായതുകൊണ്ട് താഴോട്ട് വരില്ല, അങ്ങനെയില്ല. ഇൻഡിപെൻഡന്റ് ആണ് മാസ് ഓഫ് ദ ബോഡിക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിലോ ആൻഡ് എബോവ് ദ സർഫസ് ഓഫ് ദി എർത്ത് പഠിച്ചു വെക്കണം. ജിയുടെ വാല്യൂ സർഫസ്, അതായത് എർത്തിന്റെ സർഫസിന് മുകളിൽ എത്രയാണ്, എർത്തിന്റെ സർഫസിന് താഴോട്ട് എത്രയാണ്, അതിന്റെ കണക്കൊന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഈ ഒരൊറ്റ ഫാക്ടർ മാത്രമാണ്. നോക്കിക്കേ, എർത്ത് സർഫസിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 1 - 2h ഡിവൈഡഡ് ബൈ r. എങ്ങാനും ചോദിക്കുവാണെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് 1 - 2h ഡിവൈഡഡ് ബൈ r. r എന്ന് പറയുന്ന റേഡിയസ് ആണ്, h എന്ന് പറയുന്നത് ഇവിടുത്തെ ഹൈറ്റ് ആണ് കേട്ടോ. ഓക്കെ, ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ പറയില്ലേ, അതായത് റേഡിയസിൽ നിന്നും എവിടെ വരെ നിൽക്കുന്ന ഒരു ഒബ്ജക്ട്, ഈ ഒരു ഒബ്ജക്റ്റിന്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ ഒബ്ജക്റ്റും ഇവിടവും തമ്മിലുള്ള ഹൈറ്റ് ആണ്, ഭൂമിയുടെ സർഫസും തമ്മിലുള്ള ഹൈറ്റിനെയാണ് ഇവിടെ h എന്ന് വിളിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 1 - 2h ഡിവൈഡഡ് ബൈ r. അതുപോലെ താഴോട്ട് പോകുമ്പോൾ, ഇപ്പം ഭൂമിയിൽ നിന്നും d അകലം താഴോട്ട് പോകുന്ന സമയത്ത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസ് ബൈ എ ഫാക്ടർ ഓഫ് 1 - d by r. ഇവിടുത്തെ d എന്ന് പറയുമ്പോൾ താഴോട്ടുള്ള ദൂരം, r എന്ന് പറയുമ്പോൾ റേഡിയസും ആണ്. കേൾക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നാം, കാരണം ഈ പറഞ്ഞത് കൂട്ട് ചിലപ്പോൾ ബേസ് ഇല്ലാത്തവർക്ക് ഇത് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഈ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുന്നതേ ഉള്ളേ. നോക്കിക്കേ, ഈ രണ്ട് ചോദ്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ഇത് പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ഓർത്ത് വെക്കണേ. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എർത്തിന്റെ ഗ്രാവിറ്റി, ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു എർത്ത് ഗ്രാവിറ്റി ഈസ് മാക്സിമം ഓൺ ഇറ്റ് സർഫസ് ആൻഡ് ഡിക്രീസ് വെദർ യു ഗോ അപ്പ് ഓർ ഡൗൺ. അതായത് എപ്പോഴാണ് ജിയുടെ വാല്യൂ മാക്സിമം എന്ന് നിങ്ങളോട് ചോദിച്ചാൽ, ജി എന്താണെന്ന് അറിയാലോ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഗ്രാവിറ്റി കൊണ്ടുണ്ടാവുന്ന ആക്സലറേഷൻ മാക്സിമം ആവുന്നത് ഭൂമിയുടെ സർഫസിലാണ്. ഇനി ഭൂമിയിൽ നിന്നും താഴോട്ടോ മുകളിലോട്ടോ പോകുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും? കുറയും. അതുപോലെ സെന്ററിൽ എത്തുമ്പോൾ, എർത്തിന്റെ കേന്ദ്രത്തിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇത് പഠിച്ചു വെക്കാൻ പാടില്ലല്ലോ. അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാക്സിമം എർത്തിന്റെ സർഫസിലും, മുകളിലോട്ടോ താഴോട്ടോ പോകുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയുടെ വാല്യൂ കുറയും. ഇനി സെന്ററിൽ എർത്തിന്റെ ഗ്രാവിറ്റി നമുക്കറിയാം 0 ആണ്. സോ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എർത്തിന്റെ കേന്ദ്രത്തിൽ 0 ആയിരിക്കും. അത് ഓർമ്മയുണ്ടല്ലോ, അതും കൂടെ നോക്കി വെച്ചേക്കാം. ഇനി ഇവിടോട്ടൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. പിന്നെ പറയാനുള്ളതാണ്, നമ്മളിപ്പോ പറഞ്ഞ എസ്കേപ്പ് സ്പീഡ് ഉണ്ടല്ലോ, എസ്കേപ്പ് സ്പീഡ് വേണമെങ്കിൽ, അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മളിപ്പോ പറഞ്ഞു, അത് നിങ്ങൾ നോട്ട്ബുക്കിൽ തന്നെ എഴുതിയിട്ടൊന്ന് പഠിക്കാം.
എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു √2gr. g എന്താണ്? 9.8. r എന്താണ്? എർത്തിന്റെ റേഡിയസ് ആണ് r എന്ന് പറയുന്നത്. തെറ്റിക്കരുത്. ഇപ്പം എസ്കേപ്പ് സ്പീഡ് ആയിക്കോട്ടെ, എസ്കേപ്പ് വെലോസിറ്റി ആയിക്കോട്ടെ, നിങ്ങളോട് ചോദിക്കുമ്പോൾ ചെയ്യേണ്ട ഇക്വേഷൻ √2gr അല്ലെ, √2gr അല്ലെങ്കിൽ √2gm ഡിവൈഡഡ് ബൈ r. രണ്ടും എസ്കേപ്പ് വെലോസിറ്റി ആണ്, തെറ്റിക്കരുത്. അതുപോലെ മൂണിന് അറ്റ്മോസ്ഫിയർ ഇല്ലാത്ത ഒരു കാര്യത്തെ പറ്റി പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ദ എസ്കേപ്പ് സ്പീഡ് ഓഫ് മൂൺ എന്ന് പറഞ്ഞാൽ 2.38 km/s ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ ദ ആവറേജ് സ്പീഡ് ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഓഫ് മൂൺ. അതായത് ഗ്യാസ് മോളിക്യൂള്, മൂണിലെ ഗ്യാസ് മോളിക്യൂളിന്റെ സ്പീഡിനേക്കാളും, ആവറേജ് സ്പീഡിനേക്കാളും കുറവാണ് അവിടുത്തെ എസ്കേപ്പ് വെലോസിറ്റി. ദസ് ഗ്യാസ് മോളിക്യൂൾ എന്ത് ചെയ്യും? പെട്ടെന്ന് അങ്ങ് പോകും, എസ്കേപ്പ് ഫ്രം ദ സർഫസ് ഓഫ് ദ മൂൺ. അതുകൊണ്ട് തന്നെ അറ്റ്മോസ്ഫിയർ ഇല്ല. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കണം. എന്തുകൊണ്ട് മൂണിന് അറ്റ്മോസ്ഫിയർ ഇല്ല? കാരണം അവിടുത്തെ പലായന പ്രവേഗം തീരെ കുറവാണ്, 2.38 ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗ്യാസ് മോളിക്യൂൾസ് പിടിച്ചു വലിച്ചു വെച്ചാൽ അല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. അവിടെ പിടിച്ചു വലിച്ചു വെക്കാനൊന്നും ഇല്ല. ഗ്യാസ് മോളിക്യൂൾസിന്റെ ആവറേജ് സ്പീഡ് അതിനേക്കാളും കൂടുതലാണ്. സോ അത് തോന്നുന്നിടത്തോടൊക്കെ പോകും, അതിനെ പിടിച്ചു വെക്കാൻ ഇതിന് പറ്റില്ല അല്ലെ. അതുകൊണ്ട് തന്നെ അവിടെ അറ്റ്മോസ്ഫിയർ ഇല്ല. ഓർത്ത് വെച്ചേക്കാം, ചിലപ്പോ ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഓർബിറ്റൽ സ്പീഡ് ചോദിച്ചാൽ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, the speed with which satellite revolve around Earth is called orbital speed. Orbital speed നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാനായിട്ട് പറ്റുമായിരിക്കും. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക. ഈ ഓർബിറ്റൽ സ്പീഡിന്റെ ഇക്വേഷൻ വേണമെങ്കിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. √2gr എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. ഓർബിറ്റൽ സ്പീഡ് ഈസ് ഈക്വൽ ടു √2gr. തെറ്റിക്കരുതേ, എനിക്ക് മനസ്സിലാവും. നമുക്കിത് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഞാനങ്ങ് പറയണമെന്ന് വിചാരിച്ചല്ല, ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യനും കുറച്ച് ഫാക്ട്സ് മാത്രം പറയണമെന്നാണ് വിചാരിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എക്സ്ട്രാ ഇങ്ങനത്തെ നമുക്ക് ക്ലാസ്സുകൾ വേണം, ഞങ്ങൾക്ക് ഫിസിക്സ് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.